കളങ്കാവല് കണ്ടു. ഇറ്റ്സ് എ സോളിഡ് ക്രൈം ഡ്രാമ. നല്ല എൻഗേജിംഗ് ആയിട്ട് ത്രൂ ഔട്ട് പോകുന്നൊരു പടമാണ്. കുറച്ച് ലെങ്ത് ഉണ്ട്. അത് മാത്രമാണ് പടത്തിൻ്റെ ഒരു പ്രശ്നം. കുറച്ചും കൂടി ലെങ്ത് ഒന്ന് കുറയ്ക്കായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു റൺ ടൈം അവർ മാനേജ് ചെയ്ത് നല്ല എൻഗേജിംഗ് ആയിട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഒരു പാട്ടോ അനാവശ്യമായിട്ടുള്ള സീനോ ഒന്നുമില്ല. എന്താണോ നറേറ്റീവ് അതിനോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ത്രൂ ഔട്ട് സിനിമ സ്റ്റാർട്ട് ടു എൻഡ് അത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഒരു സീൻ പോലെ അനാവശ്യമായത് ഒരു ഒരു സൈഡ് സ്റ്റോറീസ് ഒന്നും പോവാതെ എന്താണോ മെയിൻ സ്റ്റോറി അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. നമുക്കറിയാം എന്താണ് ഈ സിനിമ ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്നുള്ളത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. അതേ പ്ലോട്ടിൽ തന്നെയാണ് ഒരു കുറച്ചൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ആൻഡ് ഒരു ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം അതിലിപ്പോൾ ഇതൊരു സാധാരണ സിനിമയായി പോയേനെ. പക്ഷേ അൺടിൽ അൺലെസ് ഇപ്പോൾ മമ്മൂക്കയെ പോലൊരു ആക്ടർ ഒരു വില്ലൻ റോളിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ആന്റഗോണിസ്റ്റ് റോളിലേക്ക് വരുന്ന സമയത്താണ് ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ നോർമൽ യൂഷ്വൽ ഫ്ലിക്ക്. സ്റ്റിൽ ഞാനീ പറഞ്ഞ പോലെ ഒരു ഒരു വളരെ സാധാരണ ആരും അറിയപ്പെടാത്ത പോകുന്ന ഒരു ഒരു നോർമൽ ഒരു വെള്ളിയാഴ്ചത്തെ പടാവുന്നതിന് പകരം ഈ സിനിമ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത് മമ്മൂക്ക ആ ഒരു റോളിലേക്ക് വരുമ്പോഴാണ്. അത് സിനിമയുടെ ആ ഒരു ടോട്ടൽ ഡൈനാമിക്സിനെ തന്നെ മുഴുവനായിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ വിനായകൻ പ്രോട്ടഗോണിസ്റ്റും മമ്മൂക്ക ആന്റഗോണിസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് എൻറ്റയർലി ചേഞ്ചിങ്. നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ മാറും. നമ്മൾ കൂടുതലും നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കാനായിരിക്കും തോന്നുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ സിനിമ കംപ്ലീറ്റ്‌ലി ഫോക്കസ്ഡ് ഓൺ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറുടെ മോട്ടീവോ അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയോ അങ്ങനെയൊന്നുമല്ല. ഒരു പ്രോപ്പർ സൈക്കോപാത്ത് അങ്ങനെയായിരിക്കും. ആളെങ്ങനെയാണ് ഒരു ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. കുറച്ച് മുമ്പിലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ സൈബർ സെല്ലും അങ്ങനത്തൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അങ്ങനത്തെ ടൈമിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സൈക്കോപാത്തിനെ ഇവർക്ക് പിടിക്കാൻ പറ്റുക, പറ്റുമോ ഇല്ലയോ എന്നതാണ് ഈ സിനിമ കാണിച്ചു തരിക. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല എത്രത്തോളം എൻഗേജിങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഗ്രൗണ്ടഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മളൊരു നോർമൽ സിനിമയിൽ കാണുന്ന ഒരു ഒരു സിനിമാറ്റിക് സ്റ്റൈലുകളൊക്കെ കൂടുതലായിട്ട് ഈ സിനിമയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടോ, ഇപ്പോൾ കഥ വലിപ്പിക്കാൻ വേണ്ടി പാട്ട് സീക്വൻസുകളോ ഒന്നുമില്ല. ദെൻ അനാവശ്യ ആക്ഷൻ സീക്വൻസുകളോ ഒന്നുമില്ലാത്ത വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ചില സീക്വൻസുകളിൽ ഭയങ്കര റിപ്പീറ്റബിൾ ആയിട്ട് തോന്നും. അതായത് ആ ഒരു ക്യാരക്ടർ കുറേ മർഡേഴ്സ് നടത്തുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. അല്ലെങ്കിൽ ഈ അതിനെ അന്വേഷിച്ച് ഇങ്ങനെ കുറേ കാലമായിട്ട് ഇവര് നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു സിനിമയായിട്ട് കൺസീവ് ചെയ്യുന്ന സമയത്ത് ഒരു 2 1/2 മണിക്കൂർ എന്തോണ്ട് ഈ പടം. ഒരു 2 മണിക്കൂറിൽ ഒതുക്കായിരുന്നു. കുറേ സീക്വൻസുകൾ ഇവർക്ക് വെട്ടിമാറ്റായിരുന്നു. കാരണം നമ്മൾ കണ്ട സാധനം തന്നെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. എന്നുള്ള സീക്വൻസ് ഇതിന്റെ ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ, സെക്കൻഡ് ഹാഫിലായിക്കോട്ടെ. സെക്കൻഡ് ഹാഫിലൊക്കെ കൂടുതലായിട്ട് ഇത് വരുന്നുണ്ട്. സോ റിപ്പീറ്റേഷൻ സിനിമയിൽ എനിക്ക് പല സ്ഥലത്തായിട്ട് തോന്നി. അത് മാത്രമാണ് എനിക്ക് സിനിമയുടെ ഒരു 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 പ്രശ്നമായിട്ട് തോന്നിയത്. ബാക്കി ഇപ്പോൾ പെർഫോമൻസ് സൈഡൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ മമ്മൂക്കയാണ്. എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. മൂപ്പര് ഈ ആന്റഗോണിസ്റ്റ് റോളിൽ ഇതിനു മുമ്പ് കുറേ പടങ്ങളിൽ വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നമുക്ക് ഈ വന്ന ബ്രഹ്മയുഗത്തിലും റൊഷാക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന്റെ അത്രത്തോളം അങ്ങോട്ട് പെർഫോം ചെയ്യാനുള്ളതൊന്നും ഈ പടത്തിലില്ല ആൾക്ക്. അതിനുള്ള സ്പേസ് ഇല്ല. ഇത്രേ ഉള്ളൂ. ഈ ലിമിറ്റഡ് ആണ് ഈ ഒരു ക്യാരക്ടറിന്റെ കാര്യങ്ങളൊക്കെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ മൂപ്പർക്ക് ഇപ്പോൾ അവാർഡ് കിട്ടുന്ന രീതിയിൽ മൂപ്പര് ചെയ്ത് പെർഫോം ചെയ്ത സാധനങ്ങളൊന്നും നമുക്കിതിലില്ല. പക്ഷേ അതിനേക്കാൾ എനിക്ക് കൂടുതൽ മൂപ്പരുടെ ആ ഒരു ആന്റഗോണിസ്റ്റ് ആ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടത് റൊഷാക്കിലാണ്. അപ്പൊ ഇത് 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോ എനിക്കതില് ഒരു തേർഡ് പ്ലേസിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അത്രയും ബിലോ പാർ എന്ന് പറയാം. പക്ഷേ സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിന് എന്താണ് വേണ്ടത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ആൻഡ് വിനായകൻ ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ്. മൂപ്പർക്ക് പറ്റാവുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഫിസിക്കും മൂപ്പരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അത് ത്രൂ ഔട്ട് പടത്തിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ദെൻ ഈ ചില സീക്വൻസുകളിൽ ഇതിന്റെ എഡിറ്റിംഗിൽ കുറേ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇതൊരു നോർമൽ ഒരു 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 ടിപ്പിക്കൽ നറേറ്റീവിലുള്ള ഒരു നോർമൽ ഡോക്യുമെന്ററി സ്റ്റൈലിൽ പോണ്ട സാധനമായിരുന്നു. പക്ഷേ എഡിറ്റിൽ കുറേ ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ ഇപ്പോൾ ഒരാൾ നടന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടിയായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കും. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ ആളെയാണ് എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ആൾ മാറി. ഷർട്ടും മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. പക്ഷേ സീനിന്റെ പ്ലേസ്മെന്റും അതിന്റെ സ്റ്റേജിങ്ങും ഒന്നും തന്നെ മാറുന്നില്ല. ഇത്തരത്തിൽ ട്രാൻസിഷൻസും ക്വിക്കായിട്ടുള്ള കുറേ എഡിറ്റിംഗ്സ് ഒക്കെ വെച്ച് നല്ല നല്ല എൻഗേജിംഗ് ആയിട്ട് കുറേ സാധനം ഇതിന്റെ എഡിറ്റിംഗിൽ ഇവർ ചെയ്തിട്ടുണ്ട്. സോ അതും കൂടി കുറേ കൂടി സിനിമ എൻഗേജിംഗ് ആയിട്ട് മാറ്റുന്നുണ്ട്. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. പക്ഷേ ദിസ് ഇയേഴ്സ് ബെസ്റ്റ് എന്ന് അങ്ങനത്തെ ആ ഒരു പിക്കിലേക്കൊന്നും ഞാൻ എടുക്കില്ല. ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദിസ് ഇയർ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. അല്ല നല്ല എൻഗേജിംഗ് ആയിട്ട് നല്ല തറോ ആയിട്ട് കുറച്ചും കൂടി പടം ആഹ്, ഒരു അഡൾട്ട് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതിപ്പോൾ എല്ലാ ഓഡിയൻസിനും പറ്റുന്ന രീതിയിൽ എന്ന രീതിയിലായിരിക്കും ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നതും ഇവർ സംസാരിക്കുന്നതും. അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് പല സമയത്തും മിസ്സാവുന്നുണ്ട്. അത്രയും അങ്ങോട്ട് ബ്രൂട്ടലായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല. ദെൻ പോരാത്തതിന്
നമ്മൾ ഈ എരകളുടെ സൈഡിൽ നമ്മൾ എവിടെ ഈ സിനിമയിൽ കാണുന്നില്ല. എൻറ്റയർലി ഇത് പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ്. ഈ ഒരു 2 ക്യാരക്ടേഴ്സിന്റെ ഡൈനാമിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഈ പോലീസ് ഓഫീസറിനെയും ഈ പറയുന്ന ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടറിനെയും. പക്ഷേ മറ്റവരുടെ സൈഡും കൂടി കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. ആളെ നമുക്ക് ആളെ പിടിക്കണം, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പറ്റണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് എവിടെയും കിട്ടുന്നില്ല. നമ്മളൊരു ഒരു ഒരു കയ്യകലത്താണ് ഈ ഒരു ക്യാരക്ടേഴ്സ് നിൽക്കുന്നത് എന്നതും ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നി. പക്ഷേ മുഴച്ചു നിൽക്കുന്നൊരു പ്രശ്നം എനിക്ക് തോന്നി ഇതെല്ലാം റൺ ടൈമാണ്. കുറേ സീക്വൻസുകൾക്ക് ഒരു വെട്ടിമാറ്റായിരുന്നു. സ്റ്റിൽ ഇറ്റ്സ് എ വാച്ചബിൾ മൂവി. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ യൂഷ്വൽ പടാവേണ്ടതായിരുന്നു. പക്ഷേ മമ്മൂക്ക എന്നൊരു ആക്ടർ അങ്ങനത്തെ ഒരു റോൾ എടുത്തത് കൊണ്ടാണ് ഈ സിനിമ കുറച്ചും കൂടി ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ ഗ്രൗണ്ടഡ് ക്രൈം ഡ്രാമ. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.